UDFിൻ്റെ ഒറ്റ അജണ്ടയേ ഉള്ളൂ, നിയമസഭയിൽ പരമാവധി സീറ്റുണ്ടാക്കുക. അതിന് എന്തൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യണം എല്ലാ പാർട്ടികളും തയ്യാറാണ്. ആ പാർട്ടിക്ക് ഇന്ന് മാറാട് ഓർമ്മപ്പെടുത്തിയിട്ടും വിഷലിപ്തമായ വർഗീയത പ്രചരിപ്പിച്ചിട്ടും വേണം 2 വോട്ട് കിട്ടാൻ എന്നുള്ള സ്ഥിതിയിലേക്ക് എത്തിച്ചത് ഈ ബാലനെ പോലുള്ള നേതാക്കന്മാർ തന്നെയാണ്. തീവ്രവാദ സംഘടനകളെ പ്രോത്സാഹിപ്പിച്ചത് മുഴുവൻ മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി 35 കൊല്ലമാണ് CPMന് നിരന്തരമായ ബന്ധമുണ്ടായിരുന്നു. ഏറ്റവും ശക്തമായി ഈ തീവ്രവാദ സംഘടനകളെ എതിർക്കുന്ന ആളാണ് ഷാജി. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ വൈറലാകുന്നത് SDPയെയും PDPയെയും ഒക്കെ ശക്തമായി എതിർത്തത് കൊണ്ടാണ്. മുസ്ലിം ലീഗ് അതിന് അർഹതപ്പെട്ടതിൽ കൂടുതൽ ഒരു അണുകിട പോലും കൂടുതൽ ചോദിക്കാറില്ല. മുസ്ലിങ്ങളാണ് ഇദ്ദേഹത്തെ കൊന്നതെന്ന് വരുത്തി തീർത്ത് വർഗീയ കലാപം ഉണ്ടാക്കാനും കൂടി ശ്രമിച്ചു, കൊലപാതകം നടത്തിയിട്ട്. അത്രത്തോളം ഭീകരരാണ് ഈ പിണറായി നേതൃത്വം നൽകുന്ന CPM എന്നത് കേരളീയ സമൂഹം മനസ്സിലാക്കിയിട്ടുണ്ട്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത് മുൻ MLAയും മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ശ്രീ PMA സലാം. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചില്ല, അതിനു മുൻപ് തന്നെ കേരളത്തിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ മാറ്റങ്ങൾ സംബന്ധിച്ചുള്ളതും രാഷ്ട്രീയ പ്രാധാന്യമുള്ളതുമായിട്ടുള്ള ഒട്ടേറെ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തായി വന്നിരിക്കുന്നത് മാണി കോൺഗ്രസ് UDFിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഏതായാലും ജോസ് കെ മാണി LDFിൽ ഉറച്ചു നിൽക്കുമെന്ന് തറപ്പിച്ച് പറയുന്നുണ്ടെങ്കിലും കേൾക്കുന്ന വിവരങ്ങളും അറിയുന്ന കാര്യങ്ങളും വെച്ചാണെങ്കിൽ UDFിലേക്ക് അവർ എത്തുമെന്നാണ് തോന്നുന്നത്. എന്ന് പറയുന്ന ഇക്കാര്യത്തിൽ അങ്ങയുടെ അഭിപ്രായം എന്താണ്? ലീഗാണ് ഈ ഒരു വിഷയത്തിൽ കൃത്യമായി ഒരു ശ്രമം നടത്തുന്നതെന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ ലീഗിൻ്റേതായിട്ടുള്ള പ്രത്യേക ശ്രമങ്ങളൊന്നുമില്ല. UDF നേരത്തെ പറഞ്ഞതാണ് ആശയപരമായി യോജിക്കുന്ന സംഘടനകളുമായും വിഭാഗങ്ങളുമായും വ്യക്തികളുമായും യോജിക്കുക എന്നത്. മതനിരപേക്ഷതയും ജനാധിപത്യ മൂല്യങ്ങളിലും വിശ്വസിക്കുന്ന ആളുകളെ ഒരുമിപ്പിക്കുക. പ്രത്യേകിച്ച് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ 10 വർഷത്തെ ഭരണം ജനങ്ങൾക്കുണ്ടാക്കി വെച്ച ഒരുപാട് ദുർഘടങ്ങളുണ്ട്. അതിനെ എതിർക്കുന്ന ആളുകൾ ഇവരൊക്കെ UDFുമായി സഹകരിക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ അതിന് UDFന് വിരോധമില്ല. UDFിൻ്റെ അടിത്തറ വിപുലീകരിക്കുക എന്ന ലക്ഷ്യത്തിലാണ് UDF പ്രവർത്തിച്ചത്. അതിൻ്റെ ഭാഗമായാണ് നിങ്ങൾക്കറിയാം അൻവർ, ശ്രീമതി ജാനു ഇവരൊക്കെ ഇപ്പോൾ UDFിൻ്റെ അസോസിയേറ്റ് അംഗമായി. അതുപോലെ തന്നെ UDFുമായി സഹകരിക്കാൻ തയ്യാറുള്ള രാഷ്ട്രീയ പാർട്ടികളായിരുന്നാലും വിഭാഗങ്ങളായിരുന്നാലും വ്യക്തികളായിരുന്നാലും ഒക്കെ സഹകരിപ്പിക്കണം എന്നാണ് UDFിൻ്റെ മൊത്തത്തിലുള്ള തീരുമാനം. മുസ്ലിം ലീഗിൻ്റെ അല്ല, എല്ലാ UDFിലെ ഘടകകക്ഷികളുടെയും പൊതുവെയുള്ള തീരുമാനമാണ്. അങ്ങനെ തീരുമാനമാണ് UDF എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി പാർട്ടികൾ മുന്നണിയിലേക്ക് വന്നാൽ മുന്നണി ഈ ആശയങ്ങളിൽ അധിഷ്ഠിതമായ സംഘടനകളെ സ്വീകരിക്കുന്നതിന് എതിർപ്പില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ ചുറ്റിപ്പറ്റിയല്ല ഇത്, അതിനെ മാത്രം ഉദ്ദേശിച്ചുമല്ല. പക്ഷേ അത്തരം പാർട്ടികൾ വരുമ്പോൾ അതിൻ്റേതായ ഗുണങ്ങളുണ്ടാകും. അടിത്തറ ഒന്നുകൂടി വിപുലമാകും, കൂടുതൽ വ്യാപ്തി ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ അതിന് UDF തയ്യാറാണ്. എല്ലാ പാർട്ടികളും ഒരുമിച്ച് അതിനുവേണ്ടി പ്രയത്നിക്കും. ഈ മാണി കോൺഗ്രസ് എന്ന് പറയുമ്പോൾ പൊതുവിൽ അടിസ്ഥാനപരമായി അവർ ഒരു കോൺഗ്രസ് സ്വഭാവമുള്ളവരാണ്, UDF സ്വഭാവമുള്ളവരാണ്. അണികൾ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലായിരുന്നെന്നാണ് കേൾക്കുന്നത് ഈ LDFിലേക്ക് പോയതിന് ശേഷം. കാരണം അവർക്ക് നേരിട്ടൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അവരുടെ ആത്മാവ് UDFിനൊപ്പവും ശരീരം LDFിനൊപ്പവും എന്നൊരു സാഹചര്യം അവർ നേരിട്ടു എന്ന് തോന്നുന്നു. അത് മനസ്സിലാക്കുന്നുണ്ടോ അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതായി? തീർച്ചയായും. പ്രത്യേകിച്ച് മാണി സാറിനെ ഇടതുപക്ഷം ചെയ്ത വലിയ പീഡനങ്ങൾ അത് കേരള കോൺഗ്രസിൻ്റെ അണികൾക്ക് മറക്കാൻ കഴിയും. കേരളം രാഷ്ട്രീയ ഭേദമന്യേ ജാതിമത ഭേദമന്യേ അംഗീകരിക്കുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു നേതാവായിരുന്നു കെ എം മാണി സാർ. എത്ര ഉന്നതനായ കേരളത്തിലെ രാഷ്ട്രീയ നേതാവായിരുന്നാലും കെ എം മാണി സാറിനെ മാണി സാറിനെ വിളിക്കാറുള്ളൂ. ഏത് പാർട്ടിയിലായിരുന്നാലും ഏത് മുന്നണിയിലായിരുന്നാലും
കേരള രാഷ്ട്രീയത്തിൽ മാണി സാറിന് ഒരു പ്രത്യേക സ്ഥാനം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിലല്ലേ വ്യാജാരോപണങ്ങൾ കൊണ്ടുവന്ന് കേരള നിയമസഭ ലോകത്തിന് മുമ്പിൽ നാണം കെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടായത്. അതൊക്കെ കേരള കോൺഗ്രസിൻ്റെ അണികൾക്ക് മറക്കാൻ കഴിയും. അവർ മാറി ചിന്തിച്ചാൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഓക്കെ. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നത് മാണി സാറിന് വേണ്ടി സ്മാരകം പണിയുവാനുള്ള സ്ഥലമൊക്കെ അനുവദിച്ചു LDF സർക്കാർ എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്, ഒരു രാജ്യസഭാ സ്ഥാനമുണ്ട്, ഒപ്പം തന്നെ ഒരു മന്ത്രിസ്ഥാനമുണ്ട്, മത്സരിക്കാൻ ആവശ്യം പോലെ സീറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവർ മാറി ചിന്തിക്കുമെന്ന് കരുതുന്നുണ്ടോ? അതിനപ്പുറത്തേക്ക് ആഴത്തിലുള്ള എന്തെങ്കിലും പ്രശ്നം അവർ നേരിടുന്നതായി മനസ്സിലാക്കുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾ അവരുമായിട്ട് ഔപചാരികമായ ചർച്ചകളൊന്നും നടത്തിയിട്ടില്ല. ഓക്കെ. UDF അത്തരമൊരു ചർച്ചകളിലേക്ക് പോയിട്ടുമില്ല. നിങ്ങൾ വാർത്താമാധ്യമങ്ങളിൽ കാണുന്നു, പൊതു സമൂഹത്തിൽ അത്തരം വാർത്തകൾ നടക്കുന്നു എന്നല്ലാതെ UDF ഇത് സംബന്ധിച്ച ഔപചാരികമായ ചർച്ചകൾ നടത്തിയിട്ടില്ല. അത്തരം ഘട്ടങ്ങളിലേക്ക് പോകുമ്പോഴേ മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയും. പിന്നെ മാണി സാറിന് സ്മാരകം ഉണ്ടാക്കാൻ ഇടതുപക്ഷ മുന്നണി തന്നെ വേണമെന്നില്ല. ആര് കേരളം ഭരിച്ചാലും മാണി സാറിനെ അംഗീകരിക്കുകയും ആദരിക്കുകയും ഓർക്കുകയും ഒക്കെ ചെയ്യേണ്ടുന്നത് ഒരു കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു മാന്യതയാണ്. അതാരും ചെയ്യും. അപ്പോൾ അങ്ങ് പറഞ്ഞു, എന്തായാലും ഇപ്പോൾ UDFൻ്റെ ഘടകകക്ഷികളൊക്കെ തന്നെ അത്തരത്തിലാണ് ചിന്തിക്കുന്നത്. മുന്നണി വിപുലീകരണം ഒരു അജണ്ടയുണ്ട്. പക്ഷേ കൂടുതൽ ഒരു അതായത് മാണി കോൺഗ്രസ് പോലെ കരുത്തരായ ഒരു പാർട്ടി വരുമ്പോൾ സീറ്റ് ഷെയറിങ്ങിലും അത് പ്രതിഫലിക്കുമല്ലോ. അപ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പം പിന്നീടുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അതൊന്നും UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമാകാൻ ഇടയില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ കൂടിയിരുന്ന് പിന്നെ CTPൻ്റെ ചർച്ച പൂർത്തിയാക്കാൻ UDFന് സാധിക്കും. അതിന് പറ്റുന്ന നേതൃത്വമാണ് UDFലെ എല്ലാ ഘടകകക്ഷികൾക്കും ഉള്ളത്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UDFൻ്റെ ഒറ്റ അജണ്ടയേ ഉള്ളൂ, നിയമസഭയിൽ പരമാവധി സീറ്റ് ഉണ്ടാക്കുക. UDFന് മാക്സിമം സീറ്റ് കൊണ്ടുവരിക. അതിന് എന്തൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യണം എല്ലാ പാർട്ടികളും തയ്യാറാണ്. എന്തൊക്കെ നിലപാടുകൾ സ്വീകരിക്കണം അതിന് UDFലെ ഘടകകക്ഷികൾ തയ്യാറാണ്. ഉദാഹരണത്തിന് ഒരുപാട് ടേമായി മുസ്ലിം ലീഗ് മത്സരിക്കുകയും എന്നാൽ വിജയിക്കാതിരിക്കുകയും ചെയ്യുന്ന സീറ്റുകൾ, അവിടെ കോൺഗ്രസ് മത്സരിച്ചാൽ വിജയിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് മത്സരിച്ചാൽ വിജയസാധ്യതയുണ്ട് എന്ന് തോന്നിയാൽ അത് കൈമാറാം. അതുപോലെ കാലങ്ങളായി കോൺഗ്രസോ വേറെ ഏതെങ്കിലും പാർട്ടികളോ മത്സരിച്ച് തോൽക്കുന്ന മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗിൻ്റെ ശക്തനായ സ്ഥാനാർത്ഥി എന്ന് കഴിഞ്ഞാൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ അത് മുസ്ലിം ലീഗിന് കൊടുക്കാമെന്ന് അവർ ചിന്തിക്കാനും ഞങ്ങൾ പരസ്പരം ഇങ്ങനെ ഒരു ചിന്തയുണ്ടാക്കി പരമാവധി സീറ്റുകൾ UDFൻ്റെ പക്ഷത്ത് നിയമസഭയിൽ ഉണ്ടാക്കുക എന്ന ഒരു ചിന്തയാണ് UDF ഇതുവരെ ഈ തെരഞ്ഞെടുപ്പിൽ കൈവച്ച് പോരുന്നത്. ഇതിൻ്റെ രാഷ്ട്രീയം കുറച്ച് ആഴത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മധ്യ കേരളം കുറേ സ്ട്രോങ് ആയി മാറാൻ സാധിക്കും UDFന്, അല്ലേ? മാണി കോൺഗ്രസ് കൂടി വരികയാണ്. മധ്യ കേരളം UDFൻ്റെ ഒരു കോട്ടയായിരുന്നു. അതെ. ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ആ ഭാഗത്തേക്ക് രണ്ടാമത് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് മധ്യ കേരളത്തിൽ. അതെ. ഇനിയിപ്പോൾ എന്തായാലും അത്തരത്തിൽ സീറ്റ് ഷെയറിങ്ങിലൊക്കെ എല്ലാവരും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഇനി ജോസ് കെ മാണിയുടെ തീരുമാനം അറിഞ്ഞാൽ മതി, അല്ലേ? ജോസ് കെ മാണിയുടെ തീരുമാനം അറിഞ്ഞാൽ മതി. ഇനി അല്ല, ജോസ് കെ മാണിയുടെ പാർട്ടി ആയിരുന്നാലും അതുപോലെ ചിന്തിക്കുന്ന മറ്റ് മതേതര ജനാധിപത്യ പാർട്ടികളായിരുന്നാലും ഒക്കെ UDFനെ സംബന്ധിച്ചിടത്തോളം വിശാലമായ കാഴ്ചപ്പാടേ ഉള്ളൂ. ഓക്കെ. ഇതിപ്പോൾ നോക്കുമ്പോൾ വേറൊരു സംഭവം നോക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ലീഗ് ഒരു ഫോക്കസ് പോയിൻ്റ് ആവുകയാണ്. പ്രതിപക്ഷത്തേക്ക് നോക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ മറുവശത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ BJP ആണെങ്കിൽ തന്നെയും CPM ആണെങ്കിൽ തന്നെയും ലീഗിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. നമ്മൾ UDFൻ്റെ ഭാഗത്തേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റോടുകൂടി തിരഞ്ഞെടുപ്പ് വിജയിച്ചു വന്നത് ലീഗാണ്. അപ്പോൾ പോസിറ്റീവായിട്ടും UDFൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരു വശം നിൽക്കുന്നു, മറുവശത്തേക്ക് നോക്കുമ്പോൾ അവർ ഒരു വെല്ലുവിളി ഉയർത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. എന്തായാലും ലീഗ് ഈസ് ദെയർ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് മാനേജ് ചെയ്യുക? ഞങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകളായി മുസ്ലിം ലീഗിന് ഒരിടം വിട്ടു. അതിനെപ്പറ്റി ആര് എന്തൊക്കെ അപവാദങ്ങൾ കുപ്രചരണങ്ങൾ നടത്തിയാലും ലീഗ് എന്താണ് എന്ന് കേരളീയ സമൂഹം പഠിച്ചിട്ടുണ്ട്. കേരളത്തിൽ സംഘർഷഭരിതമായൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതില്ലാതാക്കാൻ ലീഗ് നടത്തിയ ശ്രമങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. നേരെ മറിച്ച് എവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഒരു കാലത്തും ലീഗ് ശ്രമിച്ചിട്ടില്ല എന്നതും ചരിത്രത്തിൻ്റെ വ്യക്തമായ തെളിവാണ്. അപ്പോൾ ലീഗിന് അതിൻ്റെ ഒരു ഇടമുണ്ട്. അത് മുസ്ലിങ്ങളുടെ ഇടയിൽ മാത്രമല്ല, കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലും
മുസ്ലിം ലീഗിനെ കുറിച്ചുള്ള ഒരു ധാരണയുണ്ട്. അതുപോലെ അത് വാഗ്ദാനം പാലിക്കുന്ന പാർട്ടിയാണ്, പറഞ്ഞാൽ അത് ചെയ്യുന്ന പാർട്ടിയാണ്. ജീവകാരുണ്യ മേഖലയിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും കൈവയ്ക്കാൻ കഴിയാത്ത നേട്ടങ്ങൾ ഉണ്ടാക്കിയ പാർട്ടിയാണ്. ഇതൊക്കെ കേരളീയ പൊതുസമൂഹത്തിന് വ്യക്തമായും ബോധ്യമുള്ളൊരു കാര്യമാണ്. മുസ്ലിം ലീഗിൻ്റെ ഈ രാഷ്ട്രീയമായ നിലനിൽപ്പിലും വളർച്ചയിലും അസൂയ പൂണ്ടവരും അത് ആഗ്രഹിക്കാത്തവരും നിരന്തരം ലീഗിനെ ഫോക്കസ് ചെയ്യാറുണ്ട്. ശത്രുക്കളാണ്. ലീഗിൻ്റെ ഇടം നഷ്ടപ്പെട്ടാൽ അവിടേക്ക് കയറിക്കൂടാമെന്ന് കരുതി വന്ന കുറേ രാഷ്ട്രീയ പാർട്ടികളുണ്ടായിരുന്നല്ലോ. അവരൊക്കെ എവിടെയാ പോയി മറഞ്ഞതെന്ന് ആർക്കും അറിഞ്ഞൂടാ. എന്നാലും ഇപ്പോഴുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ പലരും അവരുടെ രാഷ്ട്രീയ ആവശ്യത്തിന് മുസ്ലിം ലീഗിനെ ഫോക്കസ് ചെയ്യുകയാണ്. അതിന് വ്യാജമായ അപവാദ പ്രചരണങ്ങൾ ആവശ്യത്തിനും അനാവശ്യത്തിനും എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കറിയാം, മാർക്സിസ്റ്റ് പാർട്ടി പോലുള്ള ഒരു സംഘടനയ്ക്ക് സഖാവ് EMSൻ്റെ AKGയുടെ കൃഷ്ണപിള്ളയൊക്കെ നേതൃത്വം നൽകിയിരുന്നൊരു പാർട്ടി, അവർക്കിപ്പോൾ വർഗീയത പറയാതെ നിലനിൽക്കാൻ വയ്യ എന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിയില്ലേ? 10 കൊല്ലം കേരളം ഭരിച്ചവരാണ്. ഈ 10 കൊല്ലത്തെ വികസനമോ ജനക്ഷേമ പ്രവർത്തനങ്ങളോ പറയാനില്ലാതെ പച്ച വർഗീയത പറഞ്ഞിട്ട് ജനങ്ങൾക്കിടയിൽ വിഭജനമുണ്ടാക്കുക, വിദ്വേഷ വൈരാഗ്യം വളർത്തുക, അതിന് ശ്രമിക്കുമ്പോൾ ആ പാർട്ടി എവിടെ എത്തി? അവരുടെ ഗതികേടാണല്ലോ അത് തെളിയിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഞങ്ങൾ ഈ അപവാദ പ്രചരണങ്ങളിലേക്ക് കടക്കാറില്ല. കാരണം ഇത്തരം എന്ത് അപവാദം ആര് പറഞ്ഞാലും ഞങ്ങൾ അതേ ഭാഷയിൽ മറുപടി പറയാറില്ല. സംയമനമാണ് ഞങ്ങളുടെ നേതൃത്വം ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ നിലയിലേ മുന്നോട്ട് പോകും. രാഷ്ട്രീയമായി പറയുമ്പോൾ രാഷ്ട്രീയമായി മറുപടി പറയും. മറ്റ് ഇതുപോലുള്ള വ്യാജ ദുരാരോപണങ്ങൾ, വർഗീയമായ ചേരിതിരിവുണ്ടാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നടത്തുന്ന പ്രസ്താവനകളെ ഞങ്ങൾ കണ്ടില്ലെന്ന് നടിക്കും. പക്ഷേ കേരളീയ സമൂഹം അത് കാണും. കേരളീയ സമൂഹം അത് കാണുകയും പ്രതികരിക്കുകയും ചെയ്തു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട്. ഓക്കെ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റിസൾട്ടിന് ശേഷവും ഈ സാമുദായിക സംവാദങ്ങളിൽ ലീഗിനെ ഉൾപ്പെടുത്തിയുള്ള സംഭാഷണങ്ങളൊക്കെ സജീവമായിട്ടുണ്ട്. ഈവൻ മുൻ മന്ത്രി CPMൻ്റെ മുതിർന്ന നേതാവ് AK ബാലൻ പോലും പറഞ്ഞത് UDF വന്നാൽ മാറാട് ആവർത്തിക്കും, ലീഗായിരിക്കും ആഭ്യന്തരം കൈകാര്യം ചെയ്യുക, ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ നടക്കും. ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും എത്രത്തോളം പോയി അദ്ദേഹം. അതെ, ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളും ഇത്തരത്തിലുള്ള സംഭാഷണങ്ങളും അത് മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് മാറാട് സംഭവം ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത് AK ബാലൻ എന്നാണ് പറഞ്ഞത്. ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളെ എങ്ങനെ നേരിടും എന്നുള്ളതാണ് വളരെ ഫലപ്രദമായി എങ്ങനെ നേരിടാൻ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ 10 കൊല്ലം കേരളം ഭരിച്ച മാർക്സിസ്റ്റ് പാർട്ടി 10 കൊല്ലം കഴിഞ്ഞ് ജനങ്ങളോട് സംവദിക്കുന്നത് മാറാട് ഓർമ്മപ്പെടുത്തിയിട്ടാണ്. എത്ര വിഷലിപ്തമായ ഒരു സംഭാഷണത്തിലേക്കും സാഹചര്യത്തിലേക്കുമാണ് കേരളത്തെ അദ്ദേഹം നയിക്കുന്നത്, മാർക്സിസ്റ്റ് പാർട്ടി കൊണ്ടുപോകുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് കേരളത്തിൽ മാറാട് ഓർമ്മിപ്പിക്കണം. അദ്ദേഹത്തിനെ പ്രകോപിതനാക്കിയത് എന്താ? ഇത്തരം പ്രചാരവേലകളാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇത്ര വലിയൊരു പാർട്ടി കേരളത്തിൻ്റെ സാംസ്കാരിക വളർച്ചയ്ക്കും സാമൂഹികമായ പുരോഗതിക്കൊക്കെ വളരെ പങ്ക് പണ്ടുകാലത്ത് വഹിച്ചിട്ടുണ്ട് മാർക്സിസ്റ്റ് പാർട്ടി. ആ പാർട്ടിക്ക് ഇന്ന് മാറാട് ഓർമ്മപ്പെടുത്തിയിട്ടും വിഷലിപ്തമായ വർഗീയത പ്രചരിപ്പിച്ചിട്ടും വേണം 2 വോട്ട് കിട്ടാൻ എന്നുള്ള സ്ഥിതിയിലേക്ക് എത്തിച്ചത് ഈ ബാലനെ പോലുള്ള നേതാക്കന്മാർ തന്നെയാണ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. നേരത്തെ ഇവർ പറഞ്ഞിരുന്നു UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യും. ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയത്തിലില്ല. അതുപോലും അറിയാത്ത ഒരു മന്ത്രിയാണ് അദ്ദേഹം. പറഞ്ഞു ജമ്മു കാശ്മീരിൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, AP ഭാഗത്തിൻ്റെ ജമാഅത്തെ ഇസ്ലാമിയാണ്. അപ്പോൾ കേരളത്തിൽ കോഴിക്കോട്ട് തൻ്റെ തൊട്ടടുത്ത് നടക്കുന്ന കാര്യങ്ങളെപ്പോലും ഒരു ഗന്ധമില്ലാത്ത, വിവരമില്ലാത്ത, അറിവില്ലാത്ത ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ജൽപ്പനങ്ങളെ ഞങ്ങൾ തള്ളിക്കളയാണ്. ജമാഅത്തെ ഇസ്ലാമിയും ബഹുമാനപ്പെട്ട AP അബൂബക്കർ മുസ്ലിം നേതൃത്വം നൽകുന്ന കേരള മുസ്ലിം ജമാഅത്തും തമ്മിലുള്ള വ്യത്യാസം പോലും അദ്ദേഹത്തിന് അറിഞ്ഞൂടാന്ന് മാത്രമല്ല അത് പരസ്യമായി വാർത്താ ചാനലുകൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനും മടിയില്ല. അപ്പോൾ ഇവരൊക്കെ എത്രത്തോളം അധപതിച്ചു, താഴ്ന്നു പോയി
വിവരമില്ലായ്മയുടെ നിറകുടമായി മാറി എന്നതാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പാർട്ടിയുടെ അധപതനം ഏതാണ്ട് റെഡിയായി കഴിഞ്ഞു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അങ്ങ് പറഞ്ഞതുപോലെ ജമാഅത്തെ ഇസ്ലാമി ആയാലും പോപ്പുലർ ഫ്രണ്ട് ആയാലും SDP ആയാലും തുടങ്ങിയ സംഘടനകളുടെ ഒരു സ്വാധീനം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നവർ ലീഗിലേക്ക് കയറുന്നു. പഴയ നേതൃത്വത്തെ അല്ല അവർ പറയുന്നത്, ഒരു പുതിയ വിഭാഗം ലീഗിലേക്ക് വന്നിട്ടുണ്ട്. അത് ലീഗിൻ്റെ സ്ഥായിയായ ഒരു സമാധാന ഭാവത്തിന് ഭംഗം വരുത്തുകയാണ്. പണ്ട് എല്ലായിടത്തും അങ്ങ് പറഞ്ഞതുപോലെ സമാധാനപ്രിയരായി എല്ലാം മധ്യസ്ഥ വഹിച്ചിരുന്ന ലീഗിനെ അല്ല നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അത് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കാലത്തിന് ശേഷം അതിലൊക്കെ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ ചർച്ചകൾ പോകുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം ലീഗ് ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങളിലേക്ക് ലീഗ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നും ചില ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ പാർട്ടികളിൽ നിന്ന് SDP ആയിരുന്നാലും ജമാഅത്ത് ഇസ്ലാമി ആയിരുന്നാലും PDP ആയിരുന്നാലും നിങ്ങൾ പറഞ്ഞ ഈ പാർട്ടികളിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലേക്ക് വന്നവരാരുള്ളത്? തികച്ചും അടിസ്ഥാനരഹിതമല്ലേ ഈ വാദം? സാധാരണ നാട്ടിലെ പ്രവർത്തകർ വന്നിട്ടുണ്ടാവും, അവർക്ക് പാർട്ടിയുടെ നയങ്ങളിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലേക്ക് ഈ പറഞ്ഞ സംഘടനകളിൽ നിന്ന് ഒരാളും വന്നിട്ടില്ല. മാത്രമല്ല, ഈ പറഞ്ഞ സംഘടനകളൊക്കെ ഉണ്ടാക്കിയതും പിന്തുണ കൊടുത്തതും CPM ആണ്. മുസ്ലിം ലീഗിനെതിരെ മുസ്ലിം സമുദായത്തിൽ നിന്ന് എതിർപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടുവരിക എന്നതിൻ്റെ പേരിൽ ലീഗിനെതിരെ വളർന്നു വന്ന മുസ്ലിം സമുദായത്തിലെ ഇത്തരം സംഘടനകളെ, തീവ്രവാദ സംഘടനകളെ പ്രോത്സാഹിപ്പിച്ചത് മുഴുവൻ മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി 35 കൊല്ലമാണ് CPMന് നിരന്തരമായ ബന്ധമുണ്ടായിരുന്നത്. ദേശാഭിമാനിൻ്റെ എഡിറ്റോറിയലൊക്കെ പുറത്തു വന്നല്ലോ. ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളം പൂശിക്കൊണ്ട് അവരെഴുതിയ എഡിറ്റോറിയൽ, പിണറായി അവരെ കുറിച്ച് പറഞ്ഞ ഏറ്റവും സുന്ദരമായ വാക്കുകൾ, അതൊക്കെ പുറത്തു വന്നു. PDPയോടൊപ്പം അബ്ദുൽ നാസർ മഅദനി അവர்களോടൊപ്പം പിണറായി വിജയൻ വേദി പങ്കിട്ട് തെരഞ്ഞെടുപ്പിൽ PDPയുടെ സ്ഥാനാർത്ഥിയെ പാർലമെൻറ്റിലേക്ക് പൊന്നാനി മണ്ഡലത്തിൽ മത്സരിപ്പിച്ചിട്ട് പിണറായി എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗം ഉദ്ഘാടനം ചെയ്തത്. SDP-യുമായി പലയിടത്തും സഖ്യം. ഇപ്പോൾ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നവരെ CPM-ഉം SDP-യും സഹകരിച്ചാണ് ഭരിച്ചിരുന്നത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി ലീഗിനെ തകർക്കാൻ ഇത്തരം തീവ്രവാദ സംഘടനകളെ മുഴുവൻ കൂട്ടുപിടിച്ച് വളർത്തിക്കൊണ്ടുവന്നത് CPM-ആണ്. ഇപ്പോൾ അവരെടുത്തുനിന്ന് ഇവർ വിട്ടുപോകുമ്പോൾ അവർ മോശക്കാരാണ്. എന്നാലും SDP-യും PDP-യും ഇപ്പോഴും അവരെ കൂടെ ഉണ്ട്, ഇപ്പോഴുണ്ട്. PDP അവരെ കൂടെ ശക്തമായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ട്, എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. SDP-യുമായി കാസർഗോഡ് ജില്ലയിലെ പല പഞ്ചായത്തുകളിലും CPM സഖ്യത്തിലായിരുന്നു. അപ്പം അതൊക്കെ മറച്ചു വെക്കാനാണ് ഇത്തരം വ്യാജ പ്രചാരവേലകൾ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ചില ചർച്ചകളിലൊക്കെ തന്നെ പറഞ്ഞു കേൾക്കുന്നത് ശ്രീ KM ഷാജിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ചില പരാമർശങ്ങളൊക്കെ തന്നെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരക്കാർ അങ്ങ് പറഞ്ഞതുപോലെ ഈ പ്രവർത്തകർ വരുന്നു, അല്ലെങ്കിൽ ആ പ്രവർത്തകരുടെ സ്വാധീനം ഇവരിലേക്ക് വരുന്നതായിരിക്കുമോ, അല്ലെങ്കിൽ അത് അത്തരത്തിലുള്ളൊരു സംഭവത്തെ എങ്ങനെയാണ് കാണുന്നത്? ഒരിക്കലുമില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തമായി ഈ തീവ്രവാദ സംഘടനകളെ എതിർക്കുന്ന ആളാണ് ഷാജി. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ വൈറലാകുന്നത് ഈ SDP-യെയും PDP-യെയും ഒക്കെ ശക്തമായി എതിർത്തത് കൊണ്ടാണ്. അതാണ് KM ഷാജി. പിന്നെ ഇപ്പം നേരെ മറിച്ച് പറയുന്നതിൽ എന്താർത്ഥമുള്ളത്? ഇനിയിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകളിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ശക്തമായ വളർച്ച ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ 2835 വാർഡുകളിൽ ലീഗ് സ്ഥാനാർത്ഥികൾ, അതായത് ലീഗിൻ്റെ ചിഹ്നത്തിൽ മത്സരിച്ചവർ, ലീഗ് സപ്പോർട്ട് ചെയ്യുന്നവർ പ്ലസ് ഇലക്ഷൻ കമ്മീഷൻ്റെ കണക്ക് പ്രകാരം മുസ്ലിം ലീഗിൻ്റെ ഏണി ചിഹ്നത്തിൽ മത്സരിച്ചവരാണ് 2850. അത് കൂടാതെ ലീഗിൻ്റെ സപ്പോർട്ട് കൂടി മത്സരിച്ചവരും സ്വതന്ത്രന്മാരുണ്ട്, ലീഗ് സ്വതന്ത്രന്മാരുമുണ്ട്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവത്തോടു കൂടിയാണ് എല്ലാവരും കാണുന്നത്. എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, പുതുമുഖങ്ങൾക്കും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്കും സ്ഥാനാർത്ഥിത്വം ലീഗ് ഇക്കുറി നൽകിയേക്കുമെന്ന് കേട്ടു, അത് ശരിയാണോ? തീർച്ചയായും, എന്താ സംശയം? ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ യുവാക്കളെ, അത് പുരുഷന്മാരും സ്ത്രീകളുമുണ്ട്, വനിതകളടക്കം ഏറ്റവും കൂടുതൽ പുതുമുഖങ്ങളെയും യുവാക്കളെയും രംഗത്തിറങ്ങിയ പാർട്ടി മുസ്ലിം ലീഗാണ്. ഞങ്ങളുടെ ജയിച്ച സ്ഥാനാർത്ഥികളിൽ
ഞങ്ങൾക്ക് നല്ല സ്ട്രൈക്ക് റേറ്റാണ്. വളരെ കുറച്ച് ആളുകൾ തോറ്റിട്ടുള്ളൂ. 80%ആണ് ഞങ്ങളുടെ സ്ട്രൈക്ക് റേറ്റ് വിജയ ശതമാനം, തെക്കൻ ജില്ലകൾ അടക്കം. അതെ, എനിക്കൊന്ന് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഒരു 39 സ്ഥാനങ്ങൾ ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചിട്ടുണ്ട്, വിജയിച്ചു വന്നവർക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഭാരവാഹിത്വം, വൈസ് പ്രസിഡന്റ്. ഞങ്ങൾക്ക് 220 ജനപ്രതിനിധികളാണ് തെക്കൻ ജില്ലകളിലുള്ളത്. എറണാകുളം മുതൽ തിരുവനന്തപുരം വരെ ജില്ലകളിൽ 220 പ്രതിനിധികളുണ്ട്. അതിൽ ഒരു നിങ്ങൾ പറഞ്ഞ പോലെ 35-40 ആളുകൾ തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ചെയർമാൻ, വൈസ് ചെയർമാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ഇത്തരം സ്ഥാനങ്ങൾ ഇപ്പോൾ വഹിക്കുന്നുണ്ട്. ഓക്കെ, ഈ തെരഞ്ഞെടുപ്പിലേക്ക് കൂടുതൽ യുവാക്കൾക്ക് എന്ന് പറയുമ്പോൾ പരിചയസമ്പന്നർ പലരും മാറി നിന്ന് കൊടുക്കുമോ, അതോ എങ്ങനെയായിരിക്കും ആ ഒരു സംഭവം ഉണ്ടാവുക? അവർക്ക് എത്രത്തോളം യുവാക്കളുടെ പ്രാതിനിധ്യം നല്ലപോലെ ഉണ്ടാവും. അതേ അവസരത്തിൽ പരിചയസമ്പന്നരായ അനുഭവ സമ്പത്തുള്ള സീനിയേഴ്സും കൂട്ടത്തിലുണ്ടാവും. സ്ത്രീകൾ മത്സരരംഗത്തേക്ക് കടന്നു വരികയാണെങ്കിൽ അതൊരു ചരിത്രപരമായ ചുവടുവെപ്പുമായിരിക്കും. അല്ല, ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ സ്ത്രീ ഉണ്ടായിരുന്നു, കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു. കൂടുതൽ പേർ ഇത്തവണയുണ്ടാവും. കൂടുതൽ പേർക്ക് ഇത്തവണ അവസരം എത്ര പേരാണ് എന്നുള്ളത് പാർട്ടി കൂടിയിട്ടല്ലേ തീരുമാനിച്ച് പറയാൻ പറ്റുള്ളൂ. സ്ത്രീകൾ, വനിതകളും ഉണ്ടാവും, യുവാക്കളും ധാരാളം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തായാലും ചിലരൊക്കെ പറയുന്ന, ഞാൻ നേരത്തെ ചോദിക്കാൻ വിട്ടുപോയതാണ്, ഈ 5ാം മന്ത്രിസ്ഥാനം ലീഗ് ആവശ്യപ്പെട്ടത് UDFൻ്റെ തന്നെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു തിരിച്ചടിക്ക് കാരണമായി എന്നാണ് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ നേതൃത്വം ഇക്കുറിയും വളരെ കാര്യമായി ആലോചിച്ചിട്ടുണ്ടാകണം, ഏത് തരത്തിലുള്ള ക്ലെയിമുകളായിരിക്കും മുന്നോട്ട് വയ്ക്കേണ്ടത് എന്ന്. മുസ്ലിം ലീഗ് അതിന് അർഹതപ്പെട്ടതിൽ കൂടുതൽ ഒരു അണുകിട പോലും കൂടുതൽ ചോദിക്കാറില്ല. പലപ്പോഴും ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് ഐക്യത്തിന് വേണ്ടി, UDFിലെ കെട്ടുറപ്പിന് വേണ്ടി വിട്ടുകൊടുക്കാനാണ്, വിട്ടുവീഴ്ച ചെയ്യാനാണ് മുസ്ലിം ലീഗ് എപ്പോഴും. മുസ്ലിം ലീഗിൻ്റെ മുഖമുദ്ര തന്നെ വിട്ടുവീഴ്ചയാണ്. അത് UDFിൻ്റെ കെട്ടുറപ്പിന്, ഐക്യത്തിന്, സംസ്ഥാനത്തിന് വിശാല താല്പര്യത്തിന് വേണ്ടിയുള്ള വിട്ടുവീഴ്ചകളാണ് മുസ്ലിം ലീഗിനെ വ്യത്യസ്തമാക്കുന്നത്. അത് മാത്രമേ ഉണ്ടാവുള്ളൂ. 5ാം മന്ത്രി വിവാദ കാലത്ത് ബോധപൂർവം അത് മന്ത്രിസഭ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ മുസ്ലിം ലീഗ് അർഹതപ്പെട്ടതാണെന്ന് പറഞ്ഞതും അംഗീകരിച്ചതും ഒക്കെയാണ്. പക്ഷെ ഒരു 6 മാസം കഴിഞ്ഞിട്ട് നമുക്ക് കൊണ്ടുവരാമെന്ന് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി പറഞ്ഞുകൊണ്ട് മാറ്റിവെച്ചതായിരുന്നു. അത് രാഷ്ട്രീയ UDFിൻ്റെ രാഷ്ട്രീയ ശത്രുക്കളെടുത്ത് ലീഗിനെ കുറിച്ച് പറയുന്ന ഒക്കെ വിവാദമുള്ളൂ. അതൊരു വിവാദമാക്കിയതേ ഉള്ളൂ. അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനമൊന്നും സൃഷ്ടിച്ചെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ മിഷൻ എന്താണ് 100 സീറ്റിൽ കൂടുതൽ നേടാൻ സാധിക്കും UDFന് എന്നാണ് ഒരു ആത്മവിശ്വാസവും ക്ലെയിമും ഒക്കെ. എത്രത്തോളം ഒരു റിയലിസ്റ്റിക്കാണ്, എത്രത്തോളം പ്രായോഗികമാണ് ആ ഒരു പ്രതീക്ഷ? കാരണം എത്രത്തോളം സുഗമമായിരിക്കും ആ പാത? നമ്മുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ റിസൾട്ട് ഉണ്ടല്ലോ, ആ ഫലം അത് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അത് വെച്ചുകൊണ്ട് നമുക്ക് നന്നായി പറയാലോ. മാത്രമല്ല ആ ഫലത്തിന് ശേഷം ഉണ്ടാകുന്ന കാര്യങ്ങളും ജനങ്ങളെ സ്വാധീനിക്കുമല്ലോ, അതെ, വ്യക്തമായി സ്വാധീനിക്കുമല്ലോ. ഇവിടെ നമ്മളെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 350 രൂപ ആണ് ദിവസക്കൂലി. നമ്മളെ ആശാവർക്കർമാർക്ക് 500 രൂപയിൽ താഴെയാണ് ദിവസക്കൂലി. അതുപോലെ തന്നെ പാവപ്പെട്ട സെക്യൂരിറ്റി ജീവനക്കാർക്ക് 500 രൂപയിൽ താഴെയാണ് ദിവസവേതനം. എന്നാൽ കൊലപാതകങ്ങളും കവർച്ചയും മാലമോഷണവും പീഡനവും നടത്തി ജയിലിൽ കിടക്കുന്ന കുറ്റവാളികൾക്ക് 683 രൂപ ദിവസക്കൂലി കൊടുക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുക. ഇവർക്ക് കിട്ടുന്ന ഈ കൂലിയിൽ നിന്ന് ഭക്ഷണം എടുക്കണം, താമസ സൗകര്യം വേണം, ഇലക്ട്രിസിറ്റി വേണം, വെള്ളത്തിന് കൊടുക്കണം, കറണ്ടിന് കൊടുക്കണം, പാലിന് കൊടുക്കണം. ജയിലിൽ കിടക്കുന്നത് ഇതൊക്കെ ഫ്രീ ആണ്. മാത്രമല്ല എന്തെങ്കിലും ഒരു ജോലിക്ക് പോകാൻ സർട്ടിഫിക്കറ്റ് വേണം, വിദ്യാഭ്യാസം വേണം, ഇൻ്റർവ്യൂ നടത്തണം, PSCക്ക് അപ്ലൈ ചെയ്ത് കൊടുത്ത് 5-6 കൊല്ലം കാത്തിരിക്കണം, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പോയി തൊഴിൽ നിൽക്കണം, ഇതൊക്കെയുണ്ട്. പക്ഷേ ഈ ജയിലിൽ കിടക്കുന്നവർക്ക് ദിവസം 683 രൂപ കൂലി കിട്ടാൻ ഒരു വിദ്യാഭ്യാസം വേണ്ട, കയ്യിലൊരു കത്തി ഉണ്ടായാൽ മതി. 2 ആളെ കൊല്ലുക, ജയിലിൽ പോവുക, 700 രൂപ ദിവസം ശമ്പളം വാങ്ങുക, സുഭിക്ഷമായി ജീവിക്കുക. ഇനി കുട്ടികൾ കോളേജിലും സ്കൂളിലും പോവില്ല, നേരെ ജയിലിൽ പോകും. അതിനെന്താ ചെയ്യേണ്ടത്? കൊലപാതകം നടത്തുക, പീഡനം നടത്തുക, ക്രിമിനൽ സ്വഭാവമുള്ള ആക്ടിവിറ്റീസിൽ ഇടപെടുക. അതിലേക്ക് കേരളത്തെ ക്രിമിനലിസത്തിൻ്റെ, കുറ്റവാളികളുടെ, കുറ്റകൃത്യങ്ങളുടെ ഒരു ഹബ്ബായി മാറ്റുകയാണ് ഈ ഗവൺമെൻറ്. ഓക്കെ, അതൊക്കെ ജനങ്ങൾ കാണില്ലേ? അദ്ദേഹം പറഞ്ഞത് തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാൾ കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടാൻ ഇത് മാത്രം മതി കാരണം. ഓക്കെ,
അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അങ്ങ് പറഞ്ഞതുപോലെ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സർക്കാരാണ്, അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന സർക്കാരാണോ എന്ന് ചിലരൊക്കെ സംശയം പ്രകടിപ്പിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന വാർത്ത അനുസരിച്ച് പാർട്ടിക്ക് വേണ്ടി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതല്ലല്ലോ, പാർട്ടി അവരെ കൊണ്ട് കുറ്റകൃത്യം ചെയ്യിക്കുന്നതല്ലേ. ഇപ്പോൾ ചന്ദ്രശേഖരനെ കൊന്നത് അവർ പോയിട്ട് അവർക്ക് ചന്ദ്രശേഖരനോട് വിരോധമായി ചെയ്തതല്ലോ, പാർട്ടി ചെയ്യിച്ചതല്ലേ. പാർട്ടി ചെയ്യിക്കുക മാത്രമല്ല, അതിൻ്റെ പേരിൽ വർഗീയ കലാപം ഉണ്ടാക്കാനും കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രമിച്ചില്ലേ. പാർട്ടി സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. ആ കൊലപാതകങ്ങൾക്ക് കൊടുത്ത കാറിൻ്റെ ബാക്കിൽ മാഷാ അള്ളാ സ്റ്റിക്കർ ഒട്ടിച്ച്, എന്നിട്ട് പത്രസമ്മേളനത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് പിണറായി വിജയൻ പറഞ്ഞു, മാഷാ അള്ളാ സ്റ്റിക്കർ ഒട്ടിച്ച കാറാണ് വന്നത്, മുസ്ലിം തീവ്രവാദികൾക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണം. അപ്പോൾ മുസ്ലിങ്ങളാണ് ഇദ്ദേഹത്തെ കൊന്നതെന്ന് വരുത്തി തീർത്ത് വർഗീയ കലാപം ഉണ്ടാക്കാനും കൂടി ശ്രമിച്ചു കൊലപാതകം നടത്തിയിട്ട്. അത്രത്തോളം ഭീകരരാണ് ഈ പിണറായി നേതൃത്വം നൽകുന്ന CPM എന്നത് കേരളീയ സമൂഹം മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ അങ്ങ് പറഞ്ഞ ചില കാര്യങ്ങളിൽ കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ജയിലിൽ കിടക്കുന്നവർക്ക് പരോൾ കിട്ടുന്ന കാര്യം അതും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ? അവർ ജയിലിൽ കിടക്കുന്നതിനേക്കാൾ കൂടുതൽ കാലം പുറത്താണ്. എപ്പോഴെങ്കിലും ജയിലിൽ പോയി ഒപ്പിട്ട് പോരാണ്. ചന്ദ്രശേഖരനെ വധിച്ച പ്രതികൾ, ഫൈസലിനെ വധിച്ച പ്രതികൾ, അതുപോലെയുള്ള കൊലപാതകങ്ങളിൽ ഏർപ്പെട്ട് കുറ്റവാളികളാണെന്ന് കണ്ടെത്തിയ ആളുകൾ അധിക ദിവസവും പുറത്താണ്. എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ടാണ് അവർക്ക് പരോൾ കൊടുക്കുന്നത്. അതുമാത്രമല്ല, ജയിലിനകത്തിരുന്നിട്ട് ഇവർ കൊട്ടേഷൻ ഏറ്റെടുക്കുകയാണ്, ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിന് നേതൃത്വം നൽകുകയാണ്, അതിന് ജയിലിൽ എല്ലാ സൗകര്യവും ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇതൊക്കെ ഒരു ഉട്ടോപ്യൻ പട്ടണമായി കേരളം മാറിയില്ലേ? അങ്ങ് കുറേ നാൾ KMCCയുടെ ഭാരവാഹിത്വമൊക്കെ ഉണ്ടായിരുന്നു. പ്രവാസികളുടെ ആവശ്യങ്ങൾ കൂടുതൽ പരിഗണന ലഭിക്കും ഇനി അങ്ങോട്ട് എന്ന് കരുതാൻ സാധിക്കുമോ? ഇപ്പോൾ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പ്രവാസികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് വളരെ പ്രാധാന്യത്തോടു കൂടിയുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ പ്രവാസികൾക്ക്? തീർച്ചയായും. ഒരു കാര്യം ഞാൻ പറയാം. ഈ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രിയാകുന്നത് 2016 ആദ്യമായിട്ട്. ആ 2016 ഡിസംബറിൽ 24 ക്രിസ്തുമസിൻ്റെ തലേ ദിവസം ദുബായിൽ ഒരു വലിയ പ്രവാസി സമൂഹത്തെ സംഘടിപ്പിച്ചിട്ട് കേരള മുഖ്യമന്ത്രി കുറേ പ്രസംഗിച്ചു. അതിലൊരു 5 വാഗ്ദാനങ്ങൾ അദ്ദേഹം പറഞ്ഞു. 5 കാര്യം. അതെ, 2016 ഇത് 2026 ഞാൻ നിങ്ങൾ സംസാരിക്കുന്നത്. 10 കൊല്ലമായി. ഏതെങ്കിലും ഒന്ന് നടപ്പാക്കിയോ? ഒന്നാമത് അദ്ദേഹം പറഞ്ഞത്, ഗൾഫിൽ നിന്ന് അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് തൊഴിൽ നഷ്ടപ്പെട്ട് കേരളത്തിലേക്ക് എത്തുന്ന പ്രവാസികൾക്ക് അവിടെ ലഭിച്ചിരുന്ന ശമ്പളം 6 മാസം നൽകും. ഒരു ദിവസത്ത് കൊടുത്തു. 6 മാസം വേണ്ട, ഒരു ദിവസത്ത് കൊടുത്തു. പിന്നൊന്ന് പറഞ്ഞത്, പ്രവാസി മലയാളികളുടെ കുട്ടികൾക്ക് ഗൾഫ് നാടുകളിൽ വിദ്യാഭ്യാസത്തിന് ഭാരിച്ച ചിലവാണ്, വലിയ ഫീസ് കൊടുക്കണം, മറ്റ് ചിലവുകൾ ഭാരിച്ചതാണ്. അതുകൊണ്ട് മിതമായ നിരക്കിൽ കേരളത്തിലെ കുട്ടികൾക്ക് വിദേശത്ത് പഠിക്കാനുള്ള സ്കൂളുകൾ എല്ലാ ഗൾഫ് നാടുകളിലും ആരംഭിക്കും. ഒരു ഓത്തുപള്ളിയോ മദ്രസ പോലും സ്ഥാപിച്ചോ? തിരിച്ചു വരുന്ന പ്രവാസികൾക്ക് അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന പ്രവാസികൾക്ക് കേരളത്തിൽ അവർക്ക് അവിടെ നിന്നിട്ട് ഇവിടെ വീടുണ്ടാക്കാൻ കഴിയില്ല, ഇവിടെ സ്കൂളുകൾ നോക്കാൻ കഴിയില്ല കുട്ടികൾക്ക്. അപ്പോൾ അതുകൊണ്ട് അവർക്കായി എല്ലാ ജില്ലകളിലും ടൗൺഷിപ്പ് ഉണ്ടാക്കും. അവർക്ക് താമസിക്കാൻ ഫ്ലാറ്റ്, അതിൽ തന്നെ മാർക്കറ്റ്, അതിൽ തന്നെ സ്കൂള്, അതിൽ തന്നെ ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ കുട്ടികളുടെ കളിസ്ഥലം. ഇപ്പോൾ വയനാട്ടിൽ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ അവിടുന്ന് വാഗ്ദാനം ചെയ്ത അദ്ദേഹം പോകുന്നതാണ്. എന്തെങ്കിലും ഒരു കാര്യം നടന്നോ? 10 കൊല്ലമായി. അതിലേക്കൊരു ചർച്ച പോലും നടത്തിയോ? പ്രവാസി സംഘടനകളെ വിളിച്ചു കൂട്ടി അതെന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. പോട്ടെ, എല്ലാ കൊല്ലവും നമ്മളെ ലോക കേരള സഭ നടത്തും. കോടികളാണ് ഖജനാവിൽ നിന്ന് മുടക്കുന്നത്. പ്രവാസി സംഘടനാ നേതാക്കന്മാരൊക്കെ കൂട്ടും സൂട്ടിട്ട് വരും, പങ്കെടുക്കും. എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം കഴിഞ്ഞ കേരള ലോകസഭ വരെ 463 പ്രപ്പോസലുകൾ കിട്ടിയിട്ടുണ്ട് നടപ്പാക്കാൻ. ഓക്കെ, ഒന്നുപോലും നടപ്പാക്കിയിട്ടില്ല. പിന്നെ എന്തിനാ കേരള ലോകസഭ, ലോക കേരള സഭ? എന്തായാലും എന്തിനാണിത്?
കിട്ടിയ പ്രപ്പോസലുകൾ എത്രണ്ണം നടപ്പാക്കി? പ്രവാസികൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, കോവിഡ് സമയത്ത് പ്രവാസികൾ നാട്ടിലേക്ക് വരാൻ ശ്രമിച്ചപ്പോൾ അവർ മരണത്തിൻ്റെ വ്യാപാരികളാണ് എന്ന് പറഞ്ഞൊരു ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയാണ് കേരളം ഭരിക്കുന്നത്. കേരളത്തിലേക്ക് സ്വന്തക്കാരോടൊപ്പം കടന്നു മരിക്കുക എന്ന് കരുതി ചാർട്ടർ ചെയ്ത വിമാനത്തിൽ KMCC പോലുള്ള സംഘടനകൾ ആളുകൾ കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരാണ് ഇവിടെ മരണം വിതക്കുന്നതെന്ന് പറഞ്ഞ ദുഷ്ടനായ ക്രൂരനായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിന് പ്രവാസികൾ വോട്ട് ചെയ്യൂ? എന്തായാലും പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഈ പ്രവാസികളുടെ വോട്ടിംഗ് അവകാശം ഒരു ചർച്ചയായിരുന്നു. ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് പ്രവർത്തകരെ വോട്ടിങ്ങിനായി കൊണ്ടുവന്നിട്ടുണ്ട് KMCCക്ക്. ആ ഒരു ചരിത്രമുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതുണ്ടാകുമോ? അല്ല, അവർ വോട്ട് ചെയ്യാൻ വരൽ ഫ്ലൈറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനുള്ള കൺവെയൻസ് ഉണ്ടാക്കി കൊടുക്കണമല്ലോ. ഓക്കെ, അത് അവരുടെ തന്നെ ചെലവിൽ. KMCC എന്ന് പറഞ്ഞാൽ അവരുടെ സംഘടനയാണല്ലോ, അതെ, അവരുണ്ടാക്കി കൊടുക്കും. കൊണ്ടുവരും. അതൊക്കെ അവിടുന്ന് മാത്രമല്ല, ബാംഗ്ലൂരിൽ നിന്ന് വരാറുണ്ട്, മദ്രാസിൽ നിന്ന് വരാറുണ്ട്. അതൊക്കെ സാധാരണ മുസ്ലിം ലീഗ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും വന്ന് വോട്ട് ചെയ്യും ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ്? വോട്ടവകാശവും ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ നമ്മുടെ ഏറ്റവും അമൂല്യമായ ഒരു അവകാശമല്ലേ, അത് നഷ്ടപ്പെടുത്താൻ പറ്റുമോ? അത് ചെയ്യാനല്ലേ നമ്മൾ പ്രേരിപ്പിക്കേണ്ടത്. ഓക്കെ, എന്തായാലും വളരെ വളരെ ആത്മവിശ്വാസത്തിലാണ് ശ്രീ PMA സലാം. മുസ്ലിം ലീഗ് കരുത്തോർജിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും ജനങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികരണം അത്തരത്തിലാണ്. മുസ്ലിം ലീഗിനെതിരെ നടക്കുന്നത് ദുഷ്പ്രചരണങ്ങളാണ്. അത് യഥാർത്ഥത്തിൽ പരാജയഭീതി പൂണ്ട പിണറായി വിജയനും കൂട്ടരും അത്തരത്തിലുള്ള പ്രചരണങ്ങൾ പടച്ചുവിടുകയാണ് എന്നുള്ളതും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഒപ്പം തന്നെ ജനങ്ങളെ മറന്ന ഒരു ഭരണമാണ് കഴിഞ്ഞ 10 വർഷമായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വളരെ അധികം വെമ്പൽ കൊണ്ട് മുന്നോട്ട് പോകുന്ന ഭരണകർത്താക്കൾ ജനങ്ങളെ മറന്നുപോയി. UDF അധികാരത്തിൽ വന്നാൽ അതുണ്ടാകില്ല. ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഭരണമായിരിക്കും തങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. എല്ലാ ആരോപണങ്ങൾക്കും കൃത്യമായി അദ്ദേഹം മറുപടി പറയുകയും ചെയ്തിരിക്കുന്നു ഇന്നീ ചർച്ചയിൽ. വളരെയധികം നന്ദി. താങ്ക് യു വെരി മച്ച്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.